റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബയോസൈക്കോ സോഷ്യൽ മോഡൽ എടുക്കുമ്പോൾ അതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് റെസിലിയൻസ്. നമ്മളതിന് ഡെഫിനേഷൻ ഗൂഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണാം ടഫ്നെസ് അല്ലെങ്കിൽ എബിലിറ്റി ടു ബൗൺസ് ബാക്ക് എന്നാണ്. അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, നമ്മളൊരു കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ പേര് നമ്മളോട് പറയും ലൈക്ക് ജസ്റ്റ് ഗോ ഓൺ, ജസ്റ്റ് ഡൂ ഇറ്റ്. എത്രയോ ആൾക്കാർ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്ത് പോകുന്നു. യു ക്യാൻ ഓൾസോ ജസ്റ്റ് ഡൂ ഇറ്റ്. വെറുതെ വീക്ക് ആവരുത് എന്നുള്ളത്, ടഫ് ആയിരിക്കണം എന്നുള്ളത്. ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ ഭയങ്കര സിമ്പിളായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വേറൊരാൾക്കും അതുപോലെ ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ജെനറ്റിക്സ് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ കോപ്പിംഗ് മെക്കാനിസം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളിൽ കുറച്ച് സെൽഫിഷ് ആയിരിക്കണം. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് എന്താണോ ഹെൽപ്പ് ചെയ്യുക അത് ചെയ്യുക. കുറച്ച് കാലത്തിലേക്ക് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. സോ എന്നാലും നമ്മൾക്ക് വേണ്ടി ചെയ്താലേ ബാക്കിയുള്ളവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.